മർജാനെ കണ്ടിട്ട് അവളുടെ അടുത്തേക്ക് വന്ന നസീർ അന്ന് അവളെ അറിയിക്കാതെ അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കാര്യത്തിനൊക്കെ മർജാനോട് മാപ്പ് ചോദിക്കുകയാണ്. എന്നിട്ട് അവനും മർജാനെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു വിളിച്ചപ്പോ മർജാനും അവന്റെ കൂടെ പോകാൻ മടി കാണിക്കും. അപ്പൊ നസീറും നീ എനിക്കൊരു ചാൻസും കൊടുത്താ ഇനി ഒരിക്കലും ഞാൻ എന്റെ തെറ്റുകൾ ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മർജാന്റെ മുൻപില് ഒരുപാട് തവണ ബെഗ് ചെയ്യുമ്പോ മർജാനും അവന്റെ കൂടെ പോവുകയാണ്. ഇപ്പൊ ഡിസ്ചാർജ് ആയ അസ്ലിയും കൊണ്ട് ആദേശ് വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴാണ് മർജാനെയും കൊണ്ട് നസീറും അവിടേക്ക് വരുന്നത്. അത് കാണുമ്പോ ആദേശ് അവരോട് അകത്തേക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ നിൽക്കും. ആദേശ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ട് നസീറും അവൻ കാണാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം വലിയ ഷോയൊക്കെ കാണിച്ച് മർജാനോട് യാത്ര പറയുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് ആദേശിന് നന്നായിട്ട് ദേഷ്യം വന്നെങ്കിലും നസീറിനോട് ഒരു വഴക്കിന് പോകാതെ അതെല്ലാം കൺട്രോൾ ചെയ്ത് അവനും അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ നസീർ അവിടെ നിന്ന് പോയി കഴിയുമ്പോ വീട്ടിലേക്ക് പോകാനായിട്ട് വന്ന മർജാനെ ആദേശ് തടഞ്ഞു നിർത്തിയിട്ട് അവളോട് ചോദിക്കും, നീ അവന്റെ കൂടെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന്. അപ്പോ മർജാന് പറയും, ടാക്സി കിട്ടാത്തത് കൊണ്ട് അവൻ എന്നെ ഡ്രോപ്പ് ചെയ്തതാണെന്ന്. അപ്പോ ആദേശം പറയും, എത്ര തവണയായി ഇത് തന്നെ ഞാൻ നിന്നോട് വീണ്ടും വീണ്ടും പറയുന്നു, നിന്നെ അവന്റെ കൂടെ കാണരുതെന്ന്. എന്നിട്ട് നീ അത് അനുസരിക്കുന്നുണ്ടോ എന്ന് ആദേശ് ചോദിക്കുമ്പോ മർജാന് പറയും, അവൻ എന്റെ ഫ്രണ്ട് ആണെന്ന്. എന്ത് ഫ്രണ്ട്? കല്യാണം കഴിഞ്ഞ് നിനക്ക് എന്തിനാ ഇനി ഒരു ബോയ് ഫ്രണ്ടിന്റെ ആവശ്യം? ഇനി മേലാൽ അവനെ കാണരുത് എന്ന് ആദേശം അവളോട് പറയുമ്പോ മർജാനും അവനോട് ചോദിക്കും, നീ ഇതേപോലെ എന്തിനാ എപ്പോഴും ഇങ്ങനെ റഫായിട്ട് ബിഹേവ് ചെയ്യുന്നത്? നിന്റെ ചെറുപ്പത്തില് ആ ഓർഫനേജുകാര് നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നൊക്കെ മർജാൻ ചോദിക്കുമ്പോ ആദേശിന്റെ ഓർമ്മയിലേക്ക് വന്നത് അവന്റെ ചെറുപ്പത്തിലെ ഹൈദറും മർജാന്റെ അമ്മയും കൂടെ അവനോട് ചെയ്ത ക്രൂരതകളായിരുന്നു. ഇപ്പോ അസ്ലീം തീരെ വയ്യാതെ കിടക്കുന്നത് കണ്ടിട്ട് ജമാല് ഒരുപാട് വിഷമത്തോടെ അവളുടെ അടുത്തിരിക്കുകയാണ്. കാരണം അസ്ലി അറിയാതെ ജമാൽ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ വീട്ടിലേക്ക് വന്ന മർജാനും അവളുടെ ബാഗ് ചെയറിൽ ഊരി വെച്ചിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടേക്ക് വന്ന ആദേശിനെ കണ്ടിട്ട് മർജാനും അവനോട് ചോദിക്കും, അസ്ലിക്ക് എങ്ങനെയുണ്ടെന്ന്. ആദേശം പറയും, ഡോക്ടർ പറഞ്ഞത് അവൾക്ക് പോയിസൺ ആയി എന്നാണ്. പക്ഷെ റിസൾട്ട് വന്നാലേ എന്താണെന്ന് അറിയാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവനും മർജാനെ നോക്കുമ്പോഴാണ് ബോട്ടിൽ തുറക്കാൻ വേണ്ടി കുറെ നേരമായി മർജാൻ കിടന്ന് പരിശ്രമിക്കുന്നത് അവനും കാണുന്നത്. ഞാൻ തുറന്നു തരാമെന്ന് പറഞ്ഞ് ആദേശും ആ ബോട്ടിൽ എടുക്കാൻ നോക്കുമ്പോ മർജാൻ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ആ ബോട്ടിൽ അവന് കൊടുക്കില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ച് അവസാനം ആ ബോട്ടിൽ താഴെ വീണ് പൊട്ടുകയാണ്. അപ്പൊ മർജാനും അവനോട് പറയും, നീ എന്ത് ഹെൽപ്പ് ചെയ്താലും അതിന്റെ റിസൾട്ട് അവസാനം ഇങ്ങനെയായിരിക്കും. അപ്പോ ആദേശും പറയും, നീ വെറുതെ വാശി പിടിച്ചിട്ടാണ് ഇപ്പൊ ഇത് പൊട്ടിയതെന്ന്. അത് കേട്ടിട്ട് മർജാനും അവിടെ കിടന്നിരുന്ന് ചില്ലൊക്കെ പിറക്കി കളയാൻ വേണ്ടി വരുമ്പോ ആദേശം അവളെ തടഞ്ഞുകൊണ്ട് പറയും, ഇനി ഇതും കൂടെ ചെയ്ത് നീ കൈമുറിക്കാൻ നോക്കണ്ട, ഞാൻ ചെയ്തോളാമെന്ന്. അപ്പൊ മർജാന് പറയും, ഇങ്ങനെ പിറക്കിയ എന്റെ കൈയല്ല നിന്റെ കൈയാണ് മുറിയാൻ പോകുന്നത് എന്ന് പറഞ്ഞു തീരും മുമ്പേ ആദേശിന്റെ കൈ മുറിയും. അത് കണ്ട മർജാനും ഞാനിപ്പോ പറഞ്ഞിട്ട് എന്തായി എന്ന് പറഞ്ഞിട്ട് ആദേശിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് അവന്റെ കയ്യിലെ ബ്ലഡ് എല്ലാം കഴുകിക്കളഞ്ഞ് അതിലൊരു ബാൻഡേഡും വെച്ചു കൊടുക്കും. മർജാൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കണ്ടിട്ടും ആദേശ് ഒരുപാട് സന്തോഷത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം ഫ്രിഡ്ജിൽ നിന്നും ഒരു പുതിയ ബോട്ടിലെടുത്ത് അത് ഓപ്പണാക്കി മർജാന് കുടിക്കാൻ വേണ്ടി അവിടെ വെച്ചു കൊടുത്തുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകും. ഇപ്പൊ രാത്രിയാകുമ്പോ അസ്ലിയുടെ അടുത്തേക്ക് വന്ന ആദേശിനോട് അവളും ചോദിക്കും, കുറെ നേരമായി ഇങ്ങനെ തന്നെ കിടന്ന് ഞാൻ ശരിക്കും മടുത്തു, കുറച്ചു നേരത്തേക്കെങ്കിലും എന്നെ ആ ഗാർഡനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമോ? അതിന് സമ്മതിച്ച ആദേശും ജമാലും കൂടെ അവളെയും കൂട്ടിക്കൊണ്ട് ഗാർഡനിലേക്ക് പോവുകയാണ്. അങ്ങനെ അസ്ലിയും ഒരുപാട് സന്തോഷത്തോടെ അവിടെ നിൽക്കുമ്പോഴാണ് ആദേശും മർജാനെ അവിടെ കാണുന്നത്. മർജാനെ ഇങ്ങനെ കണ്ണെടുക്കാതെ ആദേശം നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് അതിഷ്ടപ്പെടാതെ അസ്ലിയും ആദേശം മർജാനെ നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് വേദന എടുക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. അത് കണ്ട് മർജാനും അവളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. പക്ഷെ അസ്ലി അതിന് മറുപടി പറയാതെ ആദേശിനോട് അകത്തേക്ക് പോകാമെന്നാണ് പറയുന്നത്. അപ്പോ ആദേശ് അവളുടെ എല്ലാ പ്ലാനിങ്ങും തെറ്റിച്ചുകൊണ്ട് ജമാലിനോടും അവളോടും കൂടി അകത്തേക്ക് പോകാനാണ് പറയുന്നത്. എന്നിട്ട് അവൻ മർജാന്റെ അടുത്തേക്ക് പോകുന്നത് അസ്ലിയും വളരെ വിഷമത്തോടെ നോക്കുകയാണ്. അങ്ങനെ ആദേശും മർജാന്റെ അടുത്തേക്ക് വരുമ്പോ അവളും വിഷമിച്ചുകൊണ്ട് അവനോട് പറയും, ഇപ്പൊ നിനക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കുണ്ടാകുന്ന വേദന എന്താണെന്ന്. മുറാട്ട് മരിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾക്കുണ്ടായ വേദനയൊന്നും പരിഗണിക്കാതെ നീ എന്തൊക്കെയാണ് ഞങ്ങളോട് ചെയ്തത്. എന്നിട്ട് അവളും അവന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയും, നിനക്കും വേദനിക്കുന്ന ഒരു ഹൃദയമുണ്ടെന്ന് ഇന്നലെ ആദ്യമായി ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോ ആദേശം പറയും,
എനിക്കും ഹൃദയമുണ്ട്, പക്ഷേ അത് നീ വിചാരിക്കുന്നത് പോലെയല്ല എന്നവൻ പറയുന്നത് കേട്ടിട്ട് മെർജാന് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകും. ആ ഒരു ടൈമിലാണ് റിസൾട്ട് പറയാൻ വേണ്ടി അസ്ലിയുടെ ഡോക്ടറും ആദേശിനെ വിളിക്കുന്നത്. ഇപ്പോ മെർജാനും അടുക്കളയിലെ ചെയറിൽ ബാഗ് വെച്ച് മറന്നു പോയിട്ട് അവിടുത്തെ സ്റ്റാഫിനെ കാണുമ്പോൾ അവരോട് ചോദിക്കുകയാണ് എന്റെ ബാഗ് കണ്ടായിരുന്നു എന്ന്. അവളും ഇല്ല എന്ന് പറയുന്ന സമയത്താണ് ആദേശ് ആ വാതിലെല്ലാം വലിച്ചു തുറന്നു വരുന്ന സൗണ്ട് കേട്ടിട്ട് എല്ലാവരും കൂടെ അവിടേക്ക് നോക്കുന്നത്. എന്നിട്ട് അവന് നേരെ ഹൈദറിന്റെ അടുത്തേക്ക് വന്നിട്ട് അയാളെ അവിടെ നിന്നും വലിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ചോദിക്കും, അസ്ലിയുടെ ദേഹത്തുണ്ടായിരുന്നത് റാറ്റ് പോയിസൺ ആയിരുന്നു, അതാരാണ് ചെയ്തതെന്ന് മര്യാദക്ക് പറയുന്നതാ നല്ലത്. ഹൈദറും അയാൾക്ക് അറിയില്ല എന്ന് പറയുമ്പോ മെർജാനും അവളുടെ അമ്മയും കൂടെ ഹൈദറിന് വിടാൻ വേണ്ടി പറയുകയാണ്. ഈ ബഹളമെല്ലാം കേട്ട് അവിടെ കൂടി വന്ന ജമാലും ആന്റിയും കാര്യം എന്താണെന്ന് അന്വേഷിക്കുമ്പോ ആദേശം അവരോട് പറയും ആരും മനഃപൂർവ്വം അസ്ലിക്ക് റാറ്റ് പോയിസൺ കൊടുത്തതാണ്. ഇതും പറഞ്ഞിട്ട് ആദേശം ശക്തിയായി ഹൈദറിന്റെ ദേഹത്ത് നിന്നും കൈയെടുക്കുമ്പോ അയാളും വന്ന് മറിയുന്നത് ആ ചെയറിന്റെ അടുത്തേക്കായിരിക്കും. അങ്ങനെ ചെയറും മറിയുമ്പോഴാണ് മെർജൻ അവിടെ മറന്നു വെച്ചിട്ട് പോയ ബാഗും അവളുടെ അമ്മ അവിടെ വെച്ചിട്ട് പോയ പോയിസിന്റെ ബോട്ടിലും കൂടെ ഒരുമിച്ച് താഴേക്ക് വീഴുന്നത്. അത് കാണുന്ന ആദേശ് വളരെ ദേഷ്യത്തോടെ മെർജന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവളോട് ചോദിക്കും, നീയാണോ ഇത് ചെയ്തതെന്ന്. മെർജാനും ഇതൊന്നും അറിയാതെ ഞാനല്ല എന്ന് പറയുമ്പോ ആദേശ് വീണ്ടും അവളോട് ചോദിക്കും ഇതാരുടെ ബാഗാണെന്ന്. അപ്പൊ മെർജാനും പറയും ബാഗ് എന്റേതാണ്, പക്ഷെ ആ പോയിസൺ ബോട്ടില് അതെന്റേതല്ല. അപ്പോ ആദേശ് വീണ്ടും ചോദിക്കും നിന്റെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ബോട്ടില് നിന്റെ ബാഗിന്റെ അകത്ത് വന്നത്. അപ്പോ ആന്റിയും നീ എന്റെ മകളെ കൊല്ലാൻ നോക്കിയല്ലേ എന്ന് പറഞ്ഞിട്ട് മെർജാനെ തള്ളി താഴേക്കിടും. എന്നിട്ട് വീണ്ടും അവളെ ഉപദ്രവിക്കാൻ പോകുമ്പോ ആദേശ് മതി എന്ന് പറഞ്ഞ ആന്റിയെ തടഞ്ഞു നിർത്തും. ഈ സമയം ഹൈദറും മെർജന്റെ അടുത്തേക്ക് വന്നിട്ട് അവളെ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ചിട്ട് പറയും എന്റെ മകൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. അപ്പൊ തന്നെ ആദേശും മെർജനെ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് റൂമിലെത്തി കഴിയുമ്പോ അവനും അവളോട് ചോദിക്കും നിന്റെ ബ്രദർ മരിച്ചതിന്റെ പ്രതികാരമല്ലേ നീ അസ്ലിയോട് കാണിച്ചത്. മെർജാനും ഞാൻ ആരെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ അവളെ തടഞ്ഞുകൊണ്ട് ആദേശ് വീണ്ടും അവളോട് ചോദിക്കും പിന്നെ എങ്ങനെയാ ആ ബോട്ടിൽ നിന്റെ ബാഗിൽ വന്നത്. ഇന്നലെ മുറാട്ടിന്റെ റൂമിൽ കയറിയതിന് അവളെ നീ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നില്ലേ. സത്യമായിട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഇത് ചെയ്തവരെ ഞാൻ ഉറപ്പായിട്ട് കണ്ടുപിടിക്കും എന്ന് മെർജാൻ പറയുമ്പോ അതിനു മുൻപേ ഞാൻ അവരെ കണ്ടുപിടിക്കും, എന്നിട്ട് അവർക്കുള്ള ശിക്ഷയും ഞാൻ തന്നെ കൊടുക്കും എന്ന് ആദേശും പറയും. എന്നിട്ട് ആദേശ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ അവൻ വീണ്ടും മെർജാനോട് പറയും എനിക്കിപ്പോ ഒരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിയുന്നതുവരെ നീ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത്. ആന്റി നല്ല ദേഷ്യത്തിലാണ്, ഇപ്പൊ എങ്ങാനും നിന്നെ കണ്ടാൽ അവരെന്താ ചെയ്യുക എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇതും പറഞ്ഞിട്ട് ആദേശ് അവിടെ നിന്ന് പോകുമ്പോ മെർജാനും അവന്റെ വാക്ക് കേൾക്കാതെ അസ്ലിയെ കാണാൻ വേണ്ടി പോവുകയാണ്. അവൾ അവിടെ ചെല്ലുമ്പോ കാണുന്നത് അസ്ലിയുടെ തലയിൽ നിന്നും പില്ലോ മാറിക്കിടക്കുന്നതാണ്. അത് കാണുമ്പോ മെർജാനും ഒരു പില്ലോ എടുത്തിട്ട് അവളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കാനായി വരുമ്പോഴാണ് അസ്ലിയും പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് അവളും നന്നായി പേടിച്ചു പോകും. എന്നിട്ട് അവൾ ഉറക്കെ കരയുകയാണ്. അവളുടെ ഈ കരച്ചിൽ കേട്ടിട്ട് അവിടെ കൂടി വന്ന ജമാലും ആദേശും കാണുന്നത് ഒരു പില്ലോയും പിടിച്ച് അസ്ലിയുടെ അടുത്ത് നിൽക്കുന്ന മെർജാനെയാണ്. നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ആദേശ് ചോദിക്കുമ്പോ അസ്ലീം അവനോട് പറയും വേറെന്തിനാ, ഇവൾ എന്നെ കൊല്ലാൻ വേണ്ടി വന്നതാണ്. അപ്പോ മെർജാൻ പറയും അല്ല, ഞാൻ ഇവളോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണെന്ന്. അത് കേട്ടിട്ട് ആദേശ് മെർജാൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നിട്ട് അവനും ചോദിക്കും അസ്ലി പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന്. അപ്പൊ മെർജാൻ പറയും അവൾ എന്നെ തെറ്റിദ്ധരിച്ചതാണ്, അവളുടെ പില്ലോ മാറിക്കിടക്കുന്നത് കണ്ടിട്ട് ഞാനത് അവൾക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ്. ആദേശും പറയും എന്തായാലും എല്ലാവർക്കും നിന്നെ സംശയമുള്ളത് കൊണ്ട് കുറച്ചു നാളത്തേക്ക് നീ അസ്ലിയുടെ അടുത്തേക്ക് പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ ഒരു ടൈമിലാണ് ഇവരുടെ രണ്ടുപേരുടെയും ഫോണിലേക്ക് ഒരേ സമയം കമ്പനിയിൽ നിന്നും കോള് വരുന്നത്. കോൾ എടുത്ത ശേഷം മെർജാനും ആദേശിനോട് പറയും എനിക്കൊരു ഇമ്പോർട്ടന്റ് വീഡിയോ കോൺഫറൻസ് ഉണ്ട്, ഞാനിപ്പോ കമ്പനിയിലേക്ക് പോവുകയാണെന്ന്. അപ്പൊ ആദേശും മെർജാനെ തടഞ്ഞുകൊണ്ട് പറയും ആ പ്രൊജക്ട് അത് നിന്റേതായിരിക്കാം, പക്ഷേ ആ കമ്പനി അതിന്റെ ഓണർ ഞാനാണ്, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയും. അങ്ങനെ കമ്പനിയിലെത്തി കഴിയുമ്പോ മെർജാനും അവളുടെ ക്യാബിനിലേക്ക് പോകാൻ തുടങ്ങുമ്പോ ആദേശ് അതിന് സമ്മതിക്കാതെ അവന്റെ കൂടെ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി പറയും. അപ്പൊ മെർജാനും അവിടെ നിന്ന് പോയി കുറെ സ്നാക്സിന്റെ പാക്കറ്റൊക്കെ എടുത്ത് അവന്റെ റൂമിലേക്ക് വരും. അത് കണ്ടിട്ട് ആദേശ് ഇതെല്ലാം എന്താണെന്ന് ചോദിക്കുമ്പോ മെർജാനും അവനോട് പറയും രാത്രി വർക്ക് ചെയ്യുമ്പോ എനിക്ക് ഉറപ്പായിട്ടും ഭക്ഷണം കഴിക്കണമെന്ന്. ഇതും പറഞ്ഞിട്ട് മെർജാൻ ആ സ്നാക്സ് ഒക്കെ പിള്ളേര് കഴിക്കുന്നത് പോലെ കഴിക്കുന്നത് കണ്ടിട്ട് ആദേശും അവളെ നോക്കി ചിരിക്കുകയാണ്. അതിനുശേഷം വീഡിയോ കോൺഫറൻസ് എല്ലാം കഴിഞ്ഞ് ആദേശം പുറത്തേക്ക് ഫോൺ ചെയ്യാൻ പോകുന്ന സമയം കൊണ്ട് തന്നെ മെർജാനും ക്ഷീണം കൊണ്ട് അവിടെ ഇരുന്നുറങ്ങി പോയിട്ടുണ്ടാകും. ഇപ്പൊ ആദേശം തിരിച്ചു വരുമ്പോ മെർജാൻ അങ്ങനെ ഇരുന്നുറങ്ങുന്നത് കണ്ടിട്ട് അവനും ഒരു പില്ലോ എടുത്ത് അവൾക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടി വരുമ്പോഴാണ് മെർജാൻ നേരെ വന്ന് ആദേശിന്റെ നെഞ്ചിലേക്ക് കിടക്കുന്നത്. ആ ഒരു സമയത്തെ
മെർജന്റെ നിഷ്കളങ്കമായ മുഖം കണ്ടിട്ട് ആദേശും അവളെ അവിടെ നിന്നും മാറ്റില്ല. അങ്ങനെ ആ രാത്രി അവർ രണ്ടുപേരും കൂടെ അവിടെ അങ്ങനെ തന്നെ ഇരുന്നുറങ്ങും. അടുത്ത ദിവസം നേരം വെളുത്തിട്ട് മെർജാന് കണ്ണു തുറക്കുമ്പോഴാണ് അവൾ കാണുന്നത് എങ്ങനെയായിരുന്നു താൻ ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങിയതെന്ന്. പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റ് വന്ന മെർജൻ ആദേശിന് തണുക്കുന്നത് കണ്ടിട്ട് അവളുടെ ജാക്കറ്റ് ഊരിയിട്ട് ആദേശിന്റെ മേത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ആദേശം അറിയുന്നുണ്ടായിരുന്നു. ഇപ്പൊ അസ്ലിയും വീട്ടില് ആദേശം മെർജാൻ തിരിച്ചു വന്നോ എന്ന് സെഹ്റനോട് ചോദിക്കുമ്പോ അവളും ഇല്ല എന്ന് മറുപടി പറയുമ്പോ വളരെ ദേഷ്യത്തോടെ അവളോട് അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ വേണ്ടി പറയും. ഇപ്പൊ മെർജാനും വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ആന്റി വന്ന് അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ചിട്ട് ഒരു ബോട്ടിൽ പോയിസൺ എടുത്തിട്ട് ബലം പിടിച്ച് അവളുടെ വായിലേക്ക് ഒഴിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഈ ഒരു ടൈമില് അവിടേക്ക് വന്ന ആദേശം ഇതെല്ലാം കണ്ടിട്ട് ഓടി വന്ന് ആന്റി അവിടെ നിന്നും പിടിച്ചു മാറ്റും. എന്നിട്ട് ജമാലിനോട് ആന്റി അകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിട്ട് അവനും നേരെ മെർജന്റെ അടുത്തേക്ക് വരും. അപ്പൊ മെർജാന് നല്ല ദേഷ്യത്തില് എന്റെ അടുത്തേക്ക് വന്നു പോകരുതെന്ന് ആദേശിനോട് പറയുകയാണ്. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഈ ഒരു ഡ്രാമയില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആദേശിനെയാണോ മെർജാനെയാണോ എന്നെല്ലാവരും കമന്റിലൂടെ പറയണേ. പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ഫ്രം ആൻസ് ഡ്രാമ.